ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. വേൾഡ് ജോഗ്രഫിയുടെ 18ാമത്തെ വീഡിയോ ആണ് കൺവെക്ഷൻ സെല്ലുകൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ആൽഫ്രഡ് വെഗ്നർ എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അദ്ദേഹം അവിടെ പരാജയപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇതിന് പിറകിലുണ്ടായിരുന്ന ഡ്രിവൻ ഫോഴ്സ് എന്താണ്, എന്ത് ഫോഴ്സ് കൊണ്ടാണ് ഇങ്ങനെ കോണ്ടിനെൻ്റുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ബലകങ്ങൾക്ക് ചലനം സംഭവിച്ചത് എന്ന് പറയാനായിട്ട് അന്ന് ആൽഫ്രഡ് വെഗ്നർക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആർതർ ഹോംസ് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ടോപ്പിക്കൽ സീഫ്ലോ സ്പ്രെഡിങ്, റിഫ്റ്റ് വാലി, ഭ്രംശ താഴ്വരകളുടെ രൂപീകരണം, പ്ലേറ്റ് ടെക്ടോണിക്സിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമി പോലെയുള്ള ഗ്രഹങ്ങളുടെ വളരെ റിജിഡായിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള പുറന്തോടിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ലിത്തോസ്ഫിയർ വിവിധ പ്ലേറ്റുകൾ അല്ലെങ്കിൽ വിവിധ ബലകങ്ങളാൽ വിഭജിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും കാണപ്പെടുക. അങ്ങനെയുള്ള 7ഓളം വലിയ പ്ലേറ്റുകളും കൂടാതെ 8ഓളം വരുന്ന ചെറു പ്ലേറ്റുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഈ പ്ലേറ്റുകൾക്ക് നിരന്തരമായിട്ടുള്ള ചലനം സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഈ പ്ലേറ്റുകൾക്ക് താഴെയായി കാണപ്പെടുന്ന കൺവെർജൻ സെല്ലുകളാണ്. ഈ ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവന്നത് ആർതർ ഹോംസ് ആണ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ മാൻഡിനുള്ളിൽ കാണപ്പെടുന്നത് പോലെയുള്ള കൺവെക്ഷൻ സെല്ലുകൾ രൂപപ്പെടുന്നുണ്ടെന്നുള്ളത്. ഒരു കൺവെക്ഷൻ സെൽ എന്നാൽ നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ലിത്തോസ്ഫിയറിന് താഴെയായി ഉരുകിയ അവസ്ഥയിലുള്ള മോൾട്ടൺ റോക്സുകൾ കാണപ്പെടുന്നുണ്ടെന്ന്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാഗ്മ. ഈ മാഗ്മയ്ക്ക് നടക്കുന്ന നിരന്തരമായിട്ടുള്ള ചലനത്തെയാണ് നമ്മൾ കൺവെക്ഷൻ സെല്ലെന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ചലനം നടക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ അകത്തേക്ക് പോകുന്തോറും താപനില ടെമ്പറേച്ചർ കൂടി വരികയാണ്. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ അകത്ത് നമുക്ക് ഇന്നർ കോറും ഔട്ടർ കോറുമുണ്ട്, അല്ലെങ്കിൽ അകക്കാമ്പും പുറക്കാമ്പുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഔട്ടർ കോറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന മാഗ്മയ്ക്ക് വളരെ താപനില കൂടുതലായിരിക്കും. ഈ താപനില കൂടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറയും. അപ്പോൾ ഈ ഡെൻസിറ്റി കുറയുന്ന നമ്മുടെ താപനില കൂടിയ മാഗ്മ എന്ത് ചെയ്യും? അത് മുകളിലേക്ക് ഉയരും. മുകളിലുള്ള ഡെൻസിറ്റി വളരെ കൂടിയ താപനില കുറഞ്ഞ മാഗ്മ എന്ത് ചെയ്യും? അത് താഴത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺവെക്ഷൻ സെല്ലെന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയുടെ ഔട്ടർ കോറിനോട് ചേർന്ന് കിടക്കുന്ന വളരെ താപനില കൂടിയ ഡെൻസിറ്റി കുറഞ്ഞ മാഗ്മ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഭൂമിയുടെ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ഡെൻസിറ്റി കൂടിയ താപനില കുറഞ്ഞ മാഗ്മ എന്ത് ചെയ്യും? അത് താഴത്തേക്ക് പോരും. അപ്പോൾ ഇതിൻ്റെ ഒരു റെപ്പറ്റീഷൻ ആയിട്ടുള്ള സൈക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺവെക്ഷൻ സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൺവെക്ഷൻ സെല്ലിന് ഈ ഒരു സർക്കുലർ ഷേപ്പ് ലഭിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം അത് നമ്മൾ പഠിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സും കൊറിയോലിസ് ഫോഴ്സും ഹീറ്റ് ട്രാൻസ്ഫറൊക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇതിന് സർക്കുലർ ഷേപ്പ് ആണെന്നുള്ളത് മാത്രം തൽക്കാലം പഠിച്ചിരുന്നാൽ മതി. അങ്ങനെ ഈ ഉയർന്നു വരുന്ന കൺവെക്ഷൻ സെല്ലിൻ്റെ ഉയർന്നു വരുന്ന റൈസിംഗ് ലിംബിൻ്റെ ഭാഗത്താണ് ഡൈവേർജൻസ് നടക്കുന്നത്. അതായത് നമ്മുടെ മാഗ്മ ചൂട് പിടിച്ചോ അത് ഉയർന്നു വന്നു കഴിഞ്ഞ് രണ്ട് കൺവെക്ഷൻ സെല്ലുകൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആ ഉയർന്നു വരുന്ന ഭാഗത്താണ് എന്ത് നടക്കുന്നത്? ഡൈവേർജൻസ് നടക്കുന്നത്. ഡൈവേർജൻസ് എന്നാൽ ഇത് ഉയർന്നു വന്ന് ഇത് രണ്ട് ദിശകളിലേക്ക് പോകും. രണ്ട് എതിർ ദിശകളിലേക്ക് നമ്മുടെ മാഗ്മ സഞ്ചരിക്കും. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഡൈവേർജൻസ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ പ്ലേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് താഴെയുള്ള മാഗ്മ രണ്ട് ദിശകളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഈ പ്ലേറ്റിന് എന്ത് സംഭവിക്കും? ഈ പ്ലേറ്റ് അവിടെ കൊണ്ട് ബ്രേക്ക് ആകും. എന്നിട്ട് താഴത്തുള്ള മാഗ്മ ഏത് ദിശയിലാണോ സഞ്ചരിക്കുന്നത് ആ ദിശയിൽ നമ്മുടെ പ്ലേറ്റും സഞ്ചരിക്കും. അങ്ങനെയാണ് നമ്മുടെ കോണ്ടിനെൻറ്റുകൾ ബ്രേക്ക് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ആർതർ ഹോംസ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺവേർജൻസ് നടക്കുന്ന സമയം, അതായത് ഇങ്ങനെ തണുത്തുറഞ്ഞ നമ്മുടെ മാഗ്മ വീണ്ടും കൂടിച്ചേരുമല്ലോ. അതായത് നമ്മുടെ മുകളിലേക്ക് ചൂട് കൂടിപ്പോയി പിന്നീട് നമ്മുടെ സർഫസിലെത്തി അത് പതിയെ അത് തണുക്കാനായിട്ട് തുടങ്ങും. തണുത്ത് കഴിഞ്ഞ് വീണ്ടും താഴത്തേക്ക് പോകുമല്ലോ. അവിടെയാണ് കൺവേർജൻസ് നടക്കുന്നത്. അപ്പോൾ ഈ കൺവേർജൻസ് നടക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. കാരണം എന്താണ്? ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ കൺവെക്ഷൻ സെല്ലിൻ്റെ തണുത്തുറഞ്ഞിട്ടുള്ള മാഗ്മ താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും?
രണ്ട് ദിശകളിൽ നിന്നും വരുന്ന പ്ലേറ്റുകൾ ഈ ഒരു ഭാഗത്ത് കൂട്ടിയിടിക്കും. അങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്താണ് നമ്മുടെ മൗണ്ടൻസ് രൂപപ്പെടുന്നതും അതുപോലെയുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ട് ഒരു ഓഷ്യാനിക് പ്ലേറ്റും അതുപോലെ തന്നെ അതിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ മറ്റൊരു പ്ലേറ്റും തമ്മിലാണ് കൂട്ടിയിടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഓഷ്യാനിക് പ്ലേറ്റിന് സബ്ഡക്ഷൻ നടക്കും. ഇങ്ങനെ അതിനേക്കാൾ എളുപ്പം ഈ കൂട്ടിയിടി നടക്കുന്ന ഭാഗത്ത് ഒരു ഡെൻസിറ്റി കൂടിയ പ്ലേറ്റും ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റും തമ്മിലാണ് കൂട്ടിയിടി നടക്കുന്നതെങ്കിൽ അതിൽ ഡെൻസിറ്റി കൂടിയ പ്ലേറ്റിന് എന്ത് സംഭവിക്കും? സബ്ഡക്ഷൻ സംഭവിക്കും. അതായത് അതിനടിയിലേക്ക് പോകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതും നമ്മുടെ ഹിമാലയം പോലെയുള്ള പർവ്വതങ്ങൾ രൂപപ്പെടുന്നതും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടിനെൻ്റൽ പ്ലേറ്റുകളുടെ സ്ട്രെച്ചിങ്ങും ബ്രേക്കിങ്ങും കാരണമാണ് റിഫ്റ്റ് വാലികൾ അല്ലെങ്കിൽ ഭ്രംശ താഴ്വരകൾ രൂപം കൊള്ളുന്നതെന്നും കൂടാതെ വോൾക്കാനിക് ആക്ടിവിറ്റീസും ന്യൂ ഓഷൻ ബേസിനും സീ ഫ്ലോർ സ്പ്രെഡിങ്ങും പോലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് ഇതാണ് എന്നും പറഞ്ഞു വെക്കുന്നു. അങ്ങനെ നമ്മുടെ ആർതർ ഹോംസ് പറഞ്ഞു, നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിന് പിന്നിലുള്ള കാരണം ലിത്തോസ്ഫിയറിന് താഴെയുള്ള മോൾട്ടൻ മാഗ്മകളുടെ ഈ കൺവേർഷൻ സെല്ലുകൾ രൂപപ്പെടുന്നത് കാരണമാണ് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ സഞ്ചാരം എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മാഗ്മ ഏത് ഡയറക്ഷനിലാണോ സഞ്ചരിക്കുന്നത് അതിനൊപ്പം അതിന് മുകളിലുള്ള ലിത്തോസ്ഫിയറും ആ കൂടെ തന്നെ സഞ്ചരിക്കുന്നു. അവിടെ നമ്മുടെ കൺവെക്ഷൻ സെല്ലിൻ്റെ റൈസിംഗ് ലിംബ് ഉയർന്നു വരുന്ന ആ ഭാഗമാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഈ പറയുന്നത് പോലെ ഡൈവേർജൻസ് നടക്കും. രണ്ട് ദിശകളിലേക്ക് നമ്മുടെ കോണ്ടിനെൻറ്റുകൾ ബ്രേക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഡിസെൻഡിങ് ലിംബ് താഴത്തേക്ക് പോകുന്ന ഭാഗത്ത് വരുന്നിടത്ത് എന്ത് സംഭവിക്കും? കൂട്ടിയിടികൾ നടക്കും. അവിടെ എന്ത് സംഭവിക്കും? ഒന്ന് സബ്ഡക്ഷൻ നടക്കും, ഒന്ന് അതിന് മുകളിലേക്ക് ഉയർത്തപ്പെടും, മൗണ്ടൻസ് രൂപം കൊള്ളും. അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ നമ്മുടെ കൺവെക്ഷൻ സെല്ലിൻ്റെ ഡിസെൻഡിങ് ലിംബ് വരുന്നിടത്ത് നടക്കും. അതായത് തണുത്ത് താഴത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകാം. നമ്മുടെ ഇന്ത്യയും നമ്മുടെ ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ, അവിടെ ആ ഭാഗത്തായിട്ട് എന്തുണ്ട്? നമ്മുടെ കൺവെക്ഷൻ സെല്ലിൻ്റെ ഡിസെൻഡിങ് ലിംബുണ്ട്. കാരണം നമ്മുടെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും അതുപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റിന് താഴെ ഇരിക്കുന്ന രണ്ട് കൺവെർഷൻ സെല്ലുകളുടെ ഡിസെൻഡിങ് ലിംബ് വരുന്ന ഭാഗത്താണ് നമ്മുടെ എന്തുള്ളത്? നമ്മുടെ ഹിമാലയ പർവ്വതമുള്ളത്. അതുകൊണ്ടാണ് അവിടെ വെച്ചത് കൂട്ടിയിടിച്ചതും ഇപ്പോഴും ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. കാരണം അവിടെ എന്താണ്? ആ കൺവെർഷൻ സെല്ലിൻ്റെ ഡിസെൻഡിങ് ലിംബുണ്ട്. ആ ഡിസെൻഡിങ് ലിംബ് ഇപ്പോഴും താഴത്തേക്ക് മൂവ് ചെയ്ത് അതിൻ്റെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഹിമാലയ പർവ്വതത്തിൻ്റെ ഉയരം പതിയെ കൂടിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു ഭാഗത്ത് എർത്ത്ക്വേക്കുകൾ കൂടുതലായിട്ട് രൂപം കൊള്ളുന്നതിനുമുള്ള പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വരുന്ന വീഡിയോയിലേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷൻസ് നോക്കാം. പ്ലേറ്റ് ടെക്ടോണിക്സ് ഉണ്ട്, MOR മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഉണ്ട്, അങ്ങനെ വരുന്ന അനേകം ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലേക്ക് നമുക്ക് പഠിക്കാം. അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ കൺവെക്ഷൻ സെല്ലുകൾ എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.